ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി കുക്കിംഗ് വ്ളോഗ് ആയാലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായാണ്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതിക്ക് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ആവശ്യം അനുസരിച്ച് കേട്ടോ. അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ചിക്കൻ ഉണ്ടല്ലോ തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് അസിസ്റ്റൻറ്റ് വന്നു. ചിക്കനൊക്കെ അടിപൊളിയായി മിക്സ് ചെയ്ത് തരാനൊരു അസിസ്റ്റൻറ്റ് വന്നു. എന്നാൽ അസിസ്റ്റൻറ്റ് മിക്സ് ചെയ്യട്ടെ, 2 കൈ കൊണ്ട് അസിസ്റ്റൻറ്റ് മിക്സ് ചെയ്യുന്നത് കുട്ടി അസിസ്റ്റൻ്റാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി മസാല മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി ചട്ടി തീമാക്കാം. പാത്രം വെച്ച് ജസ്റ്റ് ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ സാധാ കോക്കനട്ട് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ ജസ്റ്റ് നന്നായി ചൂടായി. അപ്പോൾ ചിക്കൻ എല്ലാം മുഴുവനും ഞാൻ ഇതാക്കി മസാല കൂട്ട എല്ലാ ചിക്കനും ഞാൻ ഒറ്റ ഇതിലാക്കി ഞാൻ ഫ്രൈ എടുക്കുക ചെയ്തത്. അപ്പോൾ ചിക്കന് അത്യാവശ്യം വെന്തപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തു. തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തു. ഞാൻ അധികം എണ്ണയിലല്ല പൊരിച്ചത്. ഞാൻ സാധാ മീനൊക്കെ പൊരിക്കും പോലെ അങ്ങനെ ചിക്കനൊക്കെ അടിപൊളിയായി വെന്ത് വരട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇനി കടായി മസാലയ്ക്കുള്ള സാധനങ്ങൾ സെറ്റാക്കാം. ചിക്കൻ അപ്പോത്തിന് മറ്റേ സ്റ്റൗ കടന്ന് വെന്ത് വരട്ടെ. എന്നാൽ ഒരു ഹാഫ് വെന്താൽ മതി. പിന്നെ കടായിൽ കടന്ന് വേവിക്കണമെങ്കിൽ വേവിക്കാം. ഞാൻ ഫുൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചു. ഇനി കടായി വെക്കാൻ വേണ്ടിയിട്ട് പാന് വെച്ച് കൊടുത്തു. മസാല ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അധികം എണ്ണ വേണ്ട. ചിക്കൻ പൊരിച്ച എണ്ണയും കൂടി അതിലേക്ക് വേണം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനത് ഇത്തിരി ഉപയോഗിച്ചത്. പിന്നെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 3 മീഡിയം വലിയ ഉള്ളി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ പച്ചമുളക് 3 ഞാൻ എടുത്തുക്കണം. 3 ആവശ്യമില്ല, 2 മതി. അതന്നെ പച്ചമുളകായിട്ട് വേണമെന്നില്ല, ചില്ലി സോസ് ആയാലും മതി. അപ്പോൾ ഓണിയൻ നമ്മൾ നല്ലോണം എണ്ണയിൽ നല്ലോണം വാടി വരട്ടെ. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി അടി പിടിക്കാൻ നല്ലോണം ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലോണം അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തു. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വാടിട്ടോ. ഉപ്പിട്ടെടുത്തപ്പോൾ ഉമ്മ പറയണ കേട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വാടും ഉള്ളിയൊക്കെയെന്ന് പറയണേക്കാം. നിങ്ങളൊന്നും ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. കാരണം അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കടായിൻ്റെ രുചിയേ മാറിപ്പോകും. അതിൻ്റെ ഇടയിൽ മക്കൾ കരയണു, അതും കാട്ടണു, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വീഡിയോ എടുക്കണം. എന്നാലും നമ്മളെ ലക്ഷ്യത്തിന് വിടാൻ പാടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം വാടി വന്നു. ഇനി നമുക്ക് അതിക്ക് ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നു. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടൊമാറ്റോ അരിഞ്ഞിരുന്നു. അത് 1 ടൊമാറ്റോ മക്കൾ തിന്നു. പിന്നെ അതിലേക്ക് പച്ചമുളക് ഞാൻ അത്യാവശ്യം നല്ല എരിവില്ല മുളകാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. കുറച്ച് കൂടിപ്പോയി ഞാൻ ഉണ്ടാക്കിയപ്പോൾ എരിവ്. അപ്പം പിന്നെ പച്ചമുളകും ഞാൻ 3 ഞാൻ ഇട്ടത്, പക്ഷേ 2 മതി. പച്ചമുളകിനെക്കാട്ടിലും നല്ലത് ഇതിക്ക് ടേസ്റ്റും ചില്ലി സോസാണ്. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത്. അല്ലെങ്കിൽ ചില്ലി സോസ് തന്നെ മതി കേട്ടോ. പിന്നെ അത് നല്ല അത്യാവശ്യം വഴണ്ട് വന്നിട്ട് ഇതൊക്കെ നന്നായി വാടി വരട്ടെ. അത് നിൽക്കാതെ ഇളക്കി കൊടുക്കണം. കൈ എടുത്താൽ അത് അടി പിടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം എനിക്ക് പിമ്പിൾസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണ ചേർക്കാത്തത്. പിന്നെ നമ്മൾ അത് വാടിയതിന് ശേഷം നമ്മളതൊക്കെ മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒക്കെ മിക്സിയിലേക്ക് മാറ്റി നല്ല അത്യാവശ്യം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതും വേണം. ഒക്കെ സെപ്പറേറ്റ് ചെയ്യണേക്കാട്ടും നല്ല ഒറ്റ അരവ് അരച്ചാൽ പോലെ വിചാരിച്ച് ഞാൻ അതിക്ക് അണ്ടിപ്പരിപ്പ് പൊതിർത്താൻ വെച്ചത് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1-2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ചിക്കനൊക്കെ നന്നായി വന്നിട്ട് ആ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അതിലേക്ക് വരുള്ളൂ. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ബാക്കി ഈ ക്രഷ് ചെയ്ത പേസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. വല്യുള്ളി, ഇഞ്ചി, തക്കാളി ഒക്കെ
പേസ്റ്റ് ചെയ്തത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കളർ ഭംഗിക്ക് നല്ല ഇതാണ് കളറ്, പക്ഷേ കളർ ആഡ് ചെയ്യാതെ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മളതൊന്ന് ജസ്റ്റ് മിക്സിയും ചുഴറ്റി ഒന്ന് ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം വരണം, പിന്നെ അതിൽ ഇത് കളയണ്ട, ജസ്റ്റ് മിക്സി ഒന്ന് ഇതാക്കി ഒഴിച്ചു കൊടുത്തു. ഞാനതിക്ക് കളർ ഒരു പിഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉമ്മ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട് കളർ ആഡ് ചെയ്യണ്ടോ പറഞ്ഞു കണ്ടോ. പിന്നെ ഞാൻ ഇത്തിരി ആഡ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്താൽ കാണാൻ നല്ല അടിപൊളിയാക്കാറ് കേട്ടോ. ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ കളർ ആഡ് ചെയ്താലേ ആ ഭംഗി കിട്ടുള്ളൂ. പക്ഷെ ഉമ്മ ആഡ് ചെയ്യാൻ സമ്മതിക്കണില്ല. അപ്പം നല്ലോണം ഇത് ഇളക്കി കൊടുത്തു. ഒന്നാം തിളച്ചിട്ട് ആണോ ഇച്ചിരി കളർ ആഡ് ചെയ്ത് കൊടുത്തു, വളരെ കുറച്ച്. അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിക്ക് നമ്മൾ ഒരു മഞ്ഞ കളറാണ് ആഡ് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ മഞ്ഞ കളർ ആഡ് ചെയ്യാൻ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണൊക്കെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുരുമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. കുരുമുളക് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തു. ഇത് ഇളക്കൽ നിർത്തി അടി പിടിക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസ്, അതായത് കെച്ചമ്പർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഞാനെൻ്റെ ഏകദേശം എനിക്ക് വേണ്ട സ്വീറ്റിനനുസരിച്ചാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്. ഒരു കാ കപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അത്യാവശ്യം വേണം, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ അതിലേക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് കളറിന് വേണ്ടി ഞാൻ പിന്നെയും മുളക് പൊടി എടുത്തിട്ടതാണ്. കളറൊരു സുഖമല്ല, കാണാൻ ഭംഗിയുണ്ടെങ്കിലല്ലേ ഇതുള്ളൂ വിചാരിച്ചിട്ട്, വീഡിയോക്ക് ഗുമ്മുള്ളൂ വിചാരിച്ചിട്ട്. പൊരിച്ച ചിക്കൻ ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 കപ്പ് നിങ്ങളെ പുളിക്കനുസരിച്ച് തൈരും ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് അത്യാവശ്യം പുളി വേണം വിചാരിച്ചിട്ട് കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണ്, വീട്ടുകാർക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണം, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെയും പുളി പോരാ, ടേസ്റ്റ് ചെയ്യുന്നത് പുളി പോരാ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉമ്മ പിന്നെ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെയും ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് പരിപാടിയാണ്, നമ്മളെ പൊതിന മുകളിലൂടെ ഇട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോൾ പിന്നെ അത് തുറക്കുമ്പോണ്ടിട്ട് ഒരു സ്മെല്ല്, അതാണ് മക്കളെ സ്മെല്ല്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.